ഒട്ടുമിക്ക ബിസിനസ് ഓണേഴ്സും എപ്പോൾ നോക്കിയാലും അവരുടെ ശരാശരി സമയം ഒന്നിൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ അവരുടെ കമ്പനിയിൽ സെയിൽസ് ചെയ്തുകൊണ്ടാണ് അവരുടെ സമയം പോകുന്നത്. അപ്പം ഞാനൊക്കെ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് രാകേഷ്, എപ്പോഴെങ്കിലും ഒക്കെ ഈ ഓപ്പറേഷൻസും സെയിൽസും ഒക്കെ ചെയ്ത് കിട്ടാനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു മാന്ത്രിക വിദ്യ പോലെയോ അല്ലെങ്കിൽ ഒരു അലാദീൻ പോലെയോ ആരെങ്കിലും കിട്ടുമോ? അങ്ങനെ എന്തെങ്കിലും ഒരു ടെക്നീക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി നമുക്കുണ്ടോ? 100%. ഏതൊരു ഓണ്ടർപ്രണർക്കും അല്ലെങ്കിൽ ഏതൊരു ബിസിനസ് ഫംഗ്ഷനിൽ ഏർപ്പെടുന്ന ഒരാൾക്കും അവരുടെ ജോലി എളുപ്പമാക്കാൻ ഒരുപാട് വഴികളുണ്ട്. എസ്പെഷ്യലി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് AI ടൂൾസ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഏതെങ്കിലും ഒരു AI ടൂളിലേക്ക് ചാടുന്നതിന് മുമ്പ് ലെറ്റ് മീ ആസ്ക് യു സംതിങ് ആസ് പെർ യുവർ ഐഡിയ. ഓക്കെ, എന്തൊക്കെയാണ് അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു എളുപ്പവഴി ഉണ്ടായിരുന്നെങ്കിലെന്ന് സാധാരണഗതിയിൽ ഒരാൾ ആലോചിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ ക്ലയൻസ് ഒട്ടുമിക്കും അവർ ഇൻവോൾവ് ആയിട്ടുള്ളത്, ഇപ്പോൾ അവർ പറയുന്നത് നമ്മുടെ ക്ലയൻസിന് പ്രോംപ്റ്റ് ആയിട്ട് റെസ്പോൺസ് കൊടുക്കാം. ചിലവർക്ക് ഇമെയിലിൽ, ചിലവർക്ക് വാട്സാപ്പിൽ. എന്നാലും ക്ലയൻറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് ഏറ്റവും വലിയ പ്രശ്നം, ശ്രദ്ധിക്കാൻ ചിലപ്പോൾ പറ്റാറില്ല. പിന്നെ വരുന്ന പ്രശ്നം നമ്മുടെ ലീഡ് മാനേജ്മെൻറ്റിന്. അതായത് ഒത്തിരി ലീഡ്സ് അവർക്ക് വരുന്നുണ്ട്, പക്ഷേ ഈ ലീഡ്സ് ഒക്കെ കൂടി മാനേജ് ചെയ്തിട്ട് ചിലപ്പോൾ പഴയ ലീഡ്സിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റാണ്ടിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ വരുന്നത് ട്രബിൾ ഷൂട്ടിങ്, എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരുമ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻറ്റേർണൽ പോളിസി ഇഷ്യൂ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്കും ആണ് ഏറ്റവും അധികം സ്റ്റക്കായി പോകുന്നത്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ബിസിനസ് ഫംഗ്ഷന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു ഇൻട്രാക്റ്റീവ് മോഡൽ പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി കമ്മ്യൂണിക്കേഷനാണ്, അല്ലേ? ടു ബി വെരി ക്ലിയർ, ഏത് ബിസിനസ് ഫംഗ്ഷൻ ഇൻക്ലൂഡിങ് കമ്മ്യൂണിക്കേഷൻ വി ക്യാൻ ഓട്ടോമേറ്റ് ചെയ്യാൻ എളുപ്പത്തിൽ സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഗിവ് യു ആൻ എക്സാമ്പിൾ. ഇപ്പോൾ നിങ്ങൾക്കൊരു ലീഡ് വരികയാണ്. അപ്പോൾ ആ ലീഡിന് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് റെസ്പോൺസ് പോകണം, റൈറ്റ്? ഇനി ആ പോകുന്ന റെസ്പോൺസിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് അവരെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണം. ഇറ്റ് ക്യാൻ ബി ഓട്ടോമേറ്റഡ്. അത് ഈസി ആയിട്ട് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. അപ്പം നമ്മൾ മോസ്റ്റ് പോപ്പുലർ ടൂൾസ് ലൈക്ക് N8N പോലെ അല്ലെങ്കിൽ സാപ്പിയർ പോലെയുള്ള ടൂൾസൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതൊക്കെ പോട്ടെ, ഇപ്പോൾ പറഞ്ഞു ഒരു കസ്റ്റമർ ഒരു കംപ്ലയിൻറ്റ് വരികയാണ്, AI ഏജൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ബിസിനസ് എങ്ങനെ ചിന്തിക്കുന്നു എന്ന രീതിയിൽ, നിങ്ങളുടെ ലാംഗ്വേജ് മോഡലിൽ നിങ്ങൾ ഏത് രീതിയിൽ റെസ്പോണ്ട് ചെയ്യും എന്ന രീതിയിൽ പോലും കൃത്യമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ പറ്റുന്ന രീതിയിലുള്ള AI ഏജൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനേക്കാളും ഒക്കെ രസകരമായ സംഭവം ഇപ്പോൾ ലിങ്ക്ഡിൻ പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഉണ്ടല്ലോ. ഈ ഏറ്റവും ആളുകൾ കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് ഇതാണ്, ലിങ്ക്ഡിൻ പോലെയുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ കണ്ടന്റ് പോസ്റ്റ് ചെയ്യാൻ. വി റൈറ്റ് നൗ ഹാവ് ഫെസിലിറ്റീസ്, അല്ലെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൂൾസ് കൃത്യമായ ഷെഡ്യൂളിൽ, അതായത് കൃത്യമായ ഇടവേളകളിൽ പല റാൻഡം ആയിട്ടുള്ള ടോപ്പിക്സിനെ കുറിച്ചിട്ടുള്ള ആർട്ടിക്കിൾസ് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യാനുള്ള ഓട്ടോമേഷൻ ടൂൾസ് പോലും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ പറഞ്ഞ എല്ലാവിധ കാര്യങ്ങൾക്കും ഉള്ള സൊല്യൂഷൻ ആയില്ലേ? ഓൾ വി ഹാവ് ടു ഡു ഇസ് ടു ക്രിയേറ്റ് എൻ AI ഏജൻറ്റ്. ഇനി ഗതിയിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഓണ്ടർപ്രണേഴ്സിന് പല സംശയങ്ങളും തോന്നാൻ സാധ്യത ഉണ്ടല്ലേ? അല്ല, അതിന് മുമ്പേ എനിക്കിപ്പോൾ ആദ്യം വന്ന സംശയം എന്താ അറിയാം, അപ്പോൾ എൻ്റെ ഒരു സ്റ്റാഫ് മെമ്പറിനെ, അതായത് ഞാനൊരു 10,000 രൂപ വെച്ചിട്ട് കുറേ നേരം ട്രെയിൻ ചെയ്ത് മെൻറ്റർ ചെയ്ത് പിന്നെ ഫോളോ അപ്പ് ചെയ്തിട്ടില്ലേ ചീത്ത വിളിച്ച് അങ്ങനെ ഒരു സ്റ്റാഫ് മെമ്പറിനെ എനിക്ക് വേണമെങ്കിൽ മാറ്റി വയ്ക്കാം, ആണോ? തീർച്ചയായിട്ടും. അങ്ങനെ ഒരു സ്റ്റാഫ് മെമ്പറിനെ മാറ്റി വെക്കുക എന്ന് മാത്രമല്ല, പല അതായത് സ്റ്റാഫ് മെമ്പറിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്ന എറേഴ്സ് അതുണ്ടാവില്ല. കാരണം ഇത് കൃത്യമായിട്ട് നിങ്ങൾ പറയുന്ന ഇൻസ്ട്രക്ഷനെ കുറിച്ച് മാത്രം ചിന്തിച്ച് ചെയ്യും. സാധാരണഗതിയിൽ നമ്മൾ പറയും മെഷീൻ കാൺ തിങ്ക്, പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ മെഷീൻ ക്യാൻ തിങ്ക്. നിങ്ങളെപ്പോലെ ചിന്തിക്കാനും നിങ്ങളെക്കാൾ കൂടുതൽ റിസർച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള AI ഏജൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് തന്നെ സാധിക്കും. കറക്റ്റ്. പക്ഷെ പിന്നെ വേറൊരു ടെൻഷൻ എന്താ പറയുക എൻ്റെ മൈൻഡിൽ, ഇതിപ്പോൾ ഞാനോ അല്ലെങ്കിൽ എന്നെ പോലത്തെ ഓൺടർപ്രണേഴ്സ് ഒന്നും ടെക്നോളജിയിൽ അത്രയും സ്മാർട്ട് അല്ല. യു നോ എക്സാക്ട്ലി ഹൗ തിങ്സ് വർക്ക്, പക്ഷേ ഐ എം നോട്ട് ദാറ്റ് സ്മാർട്ട് ഇൻ ടെക്നോളജി. പിന്നെ ഞാൻ ചില സമയത്തൊക്കെ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് അവിടെ നിന്നുള്ള ചില AIs, ഇപ്പോൾ വീഡിയോ ക്രിയേറ്റിംഗ് AI ആണെങ്കിലും അല്ലെങ്കിൽ കണ്ടന്റ് പോസ്റ്റിംഗ് ആണെങ്കിലും ദേ സൗണ്ട് വെരി കോംപ്ലിക്കേറ്റഡ്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട്. അത് എന്നെ കൊണ്ട് പറ്റുമോ പറ്റില്ലേ, പിന്നെ ഞാൻ ബുദ്ധിമുട്ടിയിട്ട് ഒരു സ്റ്റേജ് വരെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ആസ്ക് യു മണി. സോ ഭയങ്കര എക്സ്പെൻസീവ് ആണോ കോംപ്ലിക്കേറ്റഡ് ആണോ? ആൻഡ് ഐ എം ഷുവർ പല ഓൺടർപ്രണേഴ്സിനും ആ സംശയമുണ്ട്, ഈ AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിക്കപ്പെടുവോ, പൈസ പോവോ? സോ വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? ഫോർഗെറ്റ് അബൌട്ട് AI. നമ്മൾ ബിസിനസ് ഫംഗ്ഷൻസിൽ എവിടെ യൂസ് ചെയ്യുന്ന ടെക്നോളജി ആണെങ്കിലും ആ ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത് നമ്മുടെ ബിസിനസ്സുമായിട്ടുള്ള കോമ്പാറ്റിബിലിറ്റിയാണ്. എത്രത്തോളം നമ്മുടെ ബിസിനസ്, ഈവൺ ഒരു CRM സോഫ്റ്റ്വെയർ ആണെങ്കിൽ കൂടി, ഹൗ കോമ്പാറ്റിബിൾ ദ ടെക്നോളജി ഈസ് വിത്ത് മൈ ബിസിനസ്. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു റീച്ച് അല്ലെങ്കിൽ ഞാൻ പറയും അതിൻ്റെ എത്രത്തോളം നമുക്ക് ഇത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരു വേഴ്സറ്റൈൽ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ആണോ?
എഗെയിൻ ഒരു CRMൻ്റെ സോഫ്റ്റ്വെയർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ CRM സോഫ്റ്റ്വെയറിന് എന്തൊക്കെയായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും? നിങ്ങളുടെ വാട്സപ്പ് മെസ്സഞ്ചറുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുമോ? ഇമെയിലായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ കോളിംഗ് ഏജൻസുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുമോ? ഇതൊക്കെ എന്താണ് ആ ഒരു പർട്ടിക്കുലർ ഇത് തരുന്ന, അതായത് ആ ഒരു പർട്ടിക്കുലർ ടൂൾ തരുന്ന ഇൻ്റഗ്രേഷൻ പോസിബിലിറ്റീസ് ആണ്. രണ്ടാമത്തത് അതാണ്. മൂന്നാമത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫൈനാൻസ് ആണ്. സോ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ശതമാനം നിങ്ങളുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൽ വ്യത്യാസം വരും, അല്ലെങ്കിൽ എത്ര ശതമാനം നിങ്ങളൊരു ഒരാൾക്ക് കൊടുക്കുന്ന സാലറിയിലെ എത്ര ശതമാനം പണി ഈ ഒരു ടൂളിനെ കൊണ്ട് ചെയ്തു തീർക്കാൻ സാധിക്കും? ഈ 3 ഫാക്ടേഴ്സ്. ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞു നമ്മുടെ ബിസിനസ്സുമായിട്ടുള്ള കോമ്പാറ്റിബിലിറ്റി, രണ്ടാമത് ഇൻ്റഗ്രേഷൻ പോസിബിലിറ്റി, എത്രത്തോളം വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഇൻ്റഗ്രേഷൻ ഈ ടൂൾസ് നമുക്ക് തരും, മൂന്നാമത്തേതായിട്ട് ഫിനാൻസ്, അതായത് ഇതിന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ബി മൈ ബെനിഫിറ്റ് എന്ന രീതിയിൽ. ഈ 3 രീതിയിൽ ചിന്തിച്ച് നോക്കിയിട്ട് മാത്രമേ ഒരു ടൂളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ആ ഇൻവെസ്റ്റ് ചെയ്താൽ ലെറ്റ് ഇറ്റ് ബി എനി മണി, എത്ര വലിയ കാശാവട്ടെ ചെറിയ കാശാവട്ടെ, ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് യു വിൽ ഹാവ് ടു ഫോം എ സിസ്റ്റം. നമ്മളൊരു HR-ലൊരു പോളിസി ക്രിയേറ്റ് ചെയ്യുന്ന പോലെ, നമ്മുടെ SOPs പോലെ, ഒരു പ്രോസസ്സ് പോലെ ഇത് യൂസ് ചെയ്യുക എന്നുള്ളത് പ്രോസസ്സാക്കി മാറ്റണം. ദെൻ ഓൺലി ഈ പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ സാധിക്കുള്ളൂ. ആബ്സല്യൂട്ട്ലി. അപ്പോൾ പറഞ്ഞു വരുന്നത് പല ബിസിനസ് ഓണേഴ്സിനും അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ടുള്ളതും അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ടുള്ള ഒരു ടൂളായിട്ട് തീർച്ചയായിട്ടും AI നമുക്കൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പല ടൂൾസും നമ്മുടെ ഒരു സപ്പോർട്ട് സിസ്റ്റമാണ്. പക്ഷേ അന്നേരം ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ദാറ്റ് ഇറ്റ് ഈസ് കമ്പാറ്റബിൾ ടു യുവർ ബിസിനസ്. 2, നമ്മുടെ ബിസിനസ്സും നമ്മുടെ പ്രോസസ്സുമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണോ എന്ന്. പിന്നെ മൂന്നാമത്തേത്, ഫിനാൻഷ്യലി നമുക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആണോ, ഇസ് ഇറ്റ് ഫീസിബിൾ ഫോർ അവർ ബിസിനസ്. പക്ഷേ AI ടൂൾ മാത്രം അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ പോരാ, ഇറ്റ് ഷുഡ് ബി ഇൻറ്റിഗ്രേറ്റഡ് ഇൻ ടു യുവർ പ്രോസസ്സ്. അതായത് നമ്മുടെ പ്രോസസ്സിൽ നമ്മുടെ ടീം മെമ്പേഴ്സ് ആണെങ്കിലും അത് ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. സോ ഫോർ മോർ സച്ച് ഇൻഫർമേഷൻസ് ഓൺ AI, ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ or follow our Instagram page or be a part of our SkillQuest growth community to keep getting updates on AI and much related business queries.